ഹലോ, ഇന്നത്തെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള മാസ്കിംഗ് ടേപ്പാണ് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ വീതി ഏറിയിട്ടുള്ള മാസ്കിംഗ് ടേപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഫ്ലവർ വയർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ മാസ്കിംഗ് ടേപ്പ് ഇതുപോലെ ഒന്ന് തുറന്ന് പിടിച്ചതിന് ശേഷം ഈ ഒരു ഫ്ലവർ വയർ ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തോട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ആ ഒരു മാസ്കിംഗ് ടേപ്പ് ഒന്ന് വലിച്ച് പിടിച്ചിട്ട് നമുക്ക് അത് തിരിച്ച് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള ഫ്ലവർ വയർ എടുത്താൽ മതിയാവും കേട്ടോ. മടക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു ചുളിവ് വരികയാണെന്ന് വെച്ചാൽ അത് കുഴപ്പമൊന്നുമില്ല. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അതങ്ങ് മാറിക്കിട്ടും. ഇനി ചെറുതായിട്ടൊരു ചുളിവൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു ചുളിവ് ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിതാ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതാ ചെറിയൊരു കത്രിക ഉപയോഗിച്ചിട്ട് താഴത്തു നിന്ന് മുകളിലോട്ട് ഇതങ്ങനെ ഒന്ന് ലീഫിൻ്റെ ആകൃതിയിൽ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മുകൾ വശത്തു നിന്ന് താഴത്തോട്ട് വെട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിതാ ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ലീഫാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വീതി ഏറിയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഇനി ഞാനിത് അക്രിലിക്കിൻ്റെ പെയിൻ്റാണ് അവിടെ കൊടുക്കുന്നത്. ഗ്രീൻ കളർ അക്രിലിക്കിൻ്റെ പെയിൻ്റാണ് കേട്ടോ. അപ്പോൾ അത് വെള്ളമൊന്നും ചേർക്കാണ്ട് അങ്ങനെയൊന്ന് അപ്ലൈ ചെയ്യണം വേണ്ടത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ഒരു മാസ്കിംഗ് ടേപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം അത് കളർ കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാലും മതി. ഇനി ഇതിൻ്റെ തണ്ട് സെറ്റാക്കി എടുക്കാൻ വേണ്ടി ഗ്രീൻ ടേപ്പാണ് ഉപയോഗിക്കുന്നത്. ഇനി ഞാനിതാ കുറച്ച് പിസ്തത്തോട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വർഷത്തോളമായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഒരു കേടും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇനി അതിൽ നിന്ന് നമുക്ക് കുറച്ചെണ്ണം എടുത്തിട്ട് ഒന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഉൾവശം കളർ ചെയ്തെടുക്കണം, അതുപോലെ തന്നെ പുറം ഭാഗം കളർ ചെയ്തെടുക്കണം. അക്രിലിക്കിൻ്റെ പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് കളർ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒന്നെങ്കിൽ മുഴുവനായിട്ടും ഒരു കളർ തന്നെ ചെയ്തെടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ ഉണ്ടെങ്കിൽ 4 പിസ്തത്തോട് വീതം വെച്ചിട്ട് ഓരോരോ കളർ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ട് ഉണങ്ങിയിട്ടുണ്ടത്. ഇനി ഞാനിവിടെ ഒരു ചെമ്പ് കമ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയേറിയിട്ടുള്ള ചെമ്പ് കമ്പിയാണ് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഫ്ലവർ വയർ എടുക്കാം, അല്ലെങ്കിൽ ഈർക്കിലെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിതാ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ആദ്യം ഒരു പിസ്തത്തോട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അടുത്തൊരു പിസ്തത്തോട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ 2 സൈഡിലായിട്ട് വേണം അടുത്ത 2 പിസ്തത്തോടുകൾ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 4 പിസ്തത്തോടാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവി ബോണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ഫെവി ബോണ്ടിന് ഒരു 10 രൂപ മുതൽ അങ്ങോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മേടിച്ചാലും മതിയാവും. കുറച്ച് ടൈം എടുക്കും ഒട്ടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ പല കളറിലുള്ള പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തണ്ട് ഗ്രീൻ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകൾ വശത്തും അതുപോലെ തന്നെ താഴത്തും കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ചുറ്റിയെടുക്കുകയാണെന്ന് വെച്ചാൽ നന്നായിട്ട് തന്നെ ഒട്ടി കിട്ടും. അപ്പോൾ ഞാനിതാ പല കളറിലുള്ള പൂക്കൾ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും തണ്ട് ഇതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിസ്തത്തോട് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റുകൾ ഞാൻ എൻ്റെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒന്നും കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തത് വളരെ ചെറുതാണ്. കുറച്ചും കൂടെ തണ്ടിൻ്റെ നീളം കൂട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവുന്ന വലിയൊരു ഫ്ലവർ വേസിലൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഞാനിത് അങ്ങനെ മുഴുവനായിട്ട് പിടിച്ചിട്ട് ഗ്രീൻ ടേപ്പ് വെച്ച് ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റുകൾ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടതിന് ശേഷം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് എന്നെ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു ഐറ്റം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു വീഡിയോയുടെ അവസാനം അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഐറ്റം. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട്. ഇത് പിസ്ത ഷെല്ലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയും വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു 2 വർക്കിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.